പ്രിയ കർഷക സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് നോക്കുന്നത് ശരിക്ക് ഈ കറിവേപ്പിലാണ്. ഇത് കണ്ടില്ലേ, കറിവേപ്പിലയിലെ ഈ ഏലപ്പുള്ളി രോഗമാണ്. ഇത് അടുത്ത വീട്ടിലെ ഒരു കറിവേപ്പ് മരമാണ്. അതായത് അവിടെ ഒരു കോമ്പൗണ്ട് വാള് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ കോമ്പൗണ്ട് വാളിൻ്റെ അപ്പുറത്താണ്, ഏകദേശം താഴെയായിട്ട്. ഇതിന് അടുത്തായിട്ട് തന്നെ എൻ്റെ ഒരു കറിവേപ്പും കൂടെ ഉണ്ട്. പക്ഷെ ഇത് സാധാരണ എല്ലാ വർഷവും മഴയുടെ തുടക്കത്തിലാണ് ഈ പൂപ്പൽ രോഗം കാണുന്നത്. ഒരുപാട് നമ്മൾ പല പെസ്റ്റിസൈഡും കെമിക്കലൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ട് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റില്ല. ഇത് കണ്ടില്ല, ഈ ചുമരിൻ്റെ അപ്പുറം ഇപ്പുറമാണ്. പക്ഷെ ഇത് കണ്ടോ, ഇപ്പം ഇത് എൻ്റെ വീട്ടിലെ കറിവേപ്പ് മരം തൊട്ട് താഴെ തന്നെയാണ്. അതിന് വേര് വന്ന് പിടിച്ചതെന്തോ ആണെന്ന് തോന്നുന്നു. അങ്ങനെ വളർന്ന് വലുതായിരുന്നു. ഈ ചെടിയും ആ ചെടിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കണം. അത് ഇതിന് ഒരു പൂപ്പലും ഇപ്പോഴില്ല. നേരത്തെ ഉണ്ടായിരുന്നു. നമ്മൾ ഒരു പ്രത്യേക മരുന്ന് ആണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. നേരത്തെ ഇതിൽ കഞ്ഞിവെള്ളം, ചാരം, പിന്നെ അതേപോലെ വെളുത്തുള്ളി മിശ്രിതം, നീം ഓയിൽ, ഇനി ഞാൻ ഉപയോഗിക്കാത്ത ഒരു സംഭവവുമില്ല. എന്നാൽ കൂടി ഓരോ വർഷത്തിലും വർഷകാല സമയത്ത് ആദ്യം മഴ പെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാവും. ഇപ്പം മഴ കഴിഞ്ഞേ ഉള്ളൂ. പക്ഷെ ഇതിൽ വന്നിരുന്ന ആ ഭാഗം, ഞാൻ തൂമ്പ് ഭാഗം നമ്മൾ കിള്ളിക്കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ പെസ്റ്റിസൈഡ് ഉപയോഗിച്ചത്. സോറി, പെസ്റ്റിസൈഡല്ല, ഫംഗിസൈഡാണ് ഉപയോഗിച്ചത്. കാരണം ഇത് ഒരു ഫംഗസ് രോഗമാണ്. ഇപ്പോൾ ഫംഗസ് പരത്തുന്ന ഒരു രോഗമാണ് ഈ ഇലപ്പുള്ളി രോഗം. വളരെ പെട്ടെന്ന് തന്നെ നിയന്ത്രിച്ചില്ലെങ്കിൽ ചെടിയെ മൊത്തം ബാധിക്കുകയും ആ ഇല നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതിരിക്കുകയും പിന്നീട് ആ ഇലകൾ കരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ ചെടി ഒന്ന് പുറത്തെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇല പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാവുന്നത് ഇങ്ങനെയാണ്. ഇതിൽ കണ്ടില്ലേ, ഈ വെള്ള പൂപ്പലാണ്. മുകളിൽ പുറത്തായിട്ട് കാണാം. അടിഭാഗത്ത് ഇതേപോലെ കറുത്തവും വെളുത്തതായിട്ടുള്ള പുള്ളികളും പൗഡറായിട്ട് ഇങ്ങനെ കാണാം. ഇതിന് പൗഡർ മെലീസായിട്ടും എന്നും പറയാറുണ്ട് ഈ ഫംഗസ് രോഗത്തെ. വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതിരോധം മരുന്നുകൾ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചെടികൾ നശിച്ചു പോകാൻ സാധ്യതയേറെയാണ്. ഈ കാണുന്ന ചെടി ഇതേപോലെ ഫംഗസ് ബാധ വന്നാണ് കഴിഞ്ഞ വർഷാസമയത്ത്. നല്ലൊരു ചെടിയാണ്. നിങ്ങൾക്ക് ഈ ചെടിയുടെ കട കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, ഇതിൻ്റെ വണ്ണം കണ്ടു കഴിഞ്ഞാൽ. വലിയൊരു മരമായിരുന്നതാണ്. പക്ഷെ ഞാൻ ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല പെസ്റ്റിസൈഡും ഫംഗിസൈഡും ഒക്കെ ഉപയോഗിച്ചു. പിന്നെ ലോക്കലായിട്ട് ചെയ്യുന്ന പല വിദ്യകളും, ചാരം കഞ്ഞിവെള്ളത്തിൽ കലക്കിയിട്ട് കഴിച്ചു. ഇത് കണ്ടില്ല, ഇതിൻ്റെ കട കണ്ടില്ല. അത്രയും നല്ലൊരു കറിവേപ്പായിരുന്നു. അത്യാവശ്യം നല്ല ഒരു വളമൊക്കെ കിട്ടുന്ന സ്ഥലത്ത് തന്നെ ഭംഗിയായിട്ടുണ്ടായതാണ്. പക്ഷെ ഇതിനെ ഞാൻ അവസാനം വെട്ടിക്കളഞ്ഞു മൊത്തം. അടിന്ന് നിങ്ങൾ നേരത്തെ കണ്ട ആ കമ്പ് മെയിൻ ബ്രാഞ്ച് ഒഴികെ ബാക്കി കംപ്ലീറ്റ് വെട്ടി, ഒരു ഇലയില്ല, ഒരു കമ്പില്ലാതെ കളഞ്ഞു. അതിനുശേഷം ഇത് ഫംഗിസൈഡൊക്കെ നമ്മൾ തേച്ച് കൊടുത്ത് തടിമ മൊത്തം. എന്നിട്ട് ഈ വേനലിലേക്ക് പിടിച്ചു വന്ന ചെടിയാണിത്. നല്ല ഭംഗിയായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ മഴ ഇപ്പോൾ 2 ആഴ്ചൻ്റെ ഉള്ളിൽ തുടങ്ങിയപ്പോൾ ഇതിപ്പോൾ ഞാനത് കിളുത്ത് കളയാണ്. വീണ്ടും ഇതിൽ ഫംഗസ് ബാധ വരാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു അടുത്ത വീട്ടിലുള്ള ഫംഗസ് ബാധ ഇതിന് ബാധിക്കുന്നത്. ഇത് കണ്ടില്ലേ, പൊടി ഈ തളിർഭാഗത്താണ് ഇത് ആദ്യം വരിക. അപ്പം ഇങ്ങനെ ചെറിയ പൊടിയായിട്ട് കാണും. ഇതിന് നമ്മൾ അത് എടുത്ത് കളയണം, അത് ശരിക്കും ആദ്യം. അതിനുശേഷം ആണ് നമ്മൾ ഈ ഫംഗിസൈഡ് ഉപയോഗിക്കുന്ന ഫംഗിസൈഡ് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ ജസ്റ്റ് ഈ ചെടിയുടെ വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. നമ്മൾ നേരത്തെ കണ്ട ഒരു ചെടിയും ഇപ്പോൾ കാണുന്ന ഈ ചെടിയും കൂടിയുള്ള വ്യത്യാസമാണത്. ഇതിപ്പം ഞാൻ ഒരു തവണ ഉപയോഗിച്ചു. നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വിട്ടുപോകരുത്. ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഉപയോഗിക്കണം. ഇതാണ് ആ ഫംഗിസൈഡ്. വൈറ്റ് സൾഫർ എന്നാണ് പറയുക. വൈറ്റ് സൾഫർ എന്ന് പറയുന്നുണ്ട്. ഇതൊരു മഞ്ഞ പൊടിയാണത്. അധികം നമുക്ക് എല്ലാ വളക്കടയിലും മേടിക്കാൻ കിട്ടും. അധിക പൈസ ഒന്നുമില്ല. ഓൺലൈനിലും മേടിക്കാൻ കിട്ടും. ഓൺലൈനിൽ കുറച്ചും കൂടി പൈസ കുറവുണ്ട്.
അപ്പം സൗകര്യമുള്ളവർക്ക് ഏത് മാർഗവും ഉപയോഗിക്കാം. മിക്ക കടകളിലും വളക്കടകളിൽ നഴ്സറിയിലൊക്കെ മേടിക്കാം. നഴ്സറിയിൽ പൊതുവെ കുറവ്, 1-2 നഴ്സറിയിൽ അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പം നമുക്കിത് ചെയ്യാനുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. 1 ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. 1 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ 2 ഗ്രാം വെച്ചാണ് ഇത് ഉപയോഗിക്കുന്നത്. 2 ഗ്രാം നമ്മൾ ഏകദേശം കണക്കാക്കി എടുത്തതിന് ശേഷം 1 ലിറ്റർ വെള്ളത്തിൽ, ഇതിപ്പോൾ 1 ലിറ്റർ കംപ്ലീറ്റ് ഇല്ല, ഇതിലിപ്പം പകുതിയെ എടുത്തിട്ടുള്ളൂ ഞാനത്. കാരണം ഈ പൗഡർ ഒന്ന് കലങ്ങി കിട്ടാം. പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ ലയിച്ചു ചേരുന്ന ഒരു വസ്തുവാണ് ഈ വൈറ്റ് സൾഫർ. ഇതിപ്പോൾ നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ച് ഇരിക്കുകയാണ്. ഇതിന് നമ്മൾ കലക്കി കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് കളർ ഒരു ലൈറ്റ് മഞ്ഞ കളറായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ അരിച്ചിട്ട് വേണം സ്പ്രേയറിൽ ഒഴിക്കാൻ. ഇതിൽ ചെറുതായിട്ടൊരു പൊടിയുണ്ട്, അതിന് കൂടുതലൊന്നുമില്ല. ഏതായാലും സ്പ്രേയർ കേട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ലിക്വിഡ് പിന്നെ അരിച്ച് തന്നെ സ്പ്രേയറിലേക്ക് ഒഴിക്കാം. ഒഴിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇത് സ്പ്രേ ചെയ്യേണ്ടത് എപ്പോഴും ഒരു വാം കാലാവസ്ഥയിലായിരിക്കണം. ഒന്നുകിൽ കാലത്ത് വെയിൽ വരുന്നതിന് മുമ്പ്, അതല്ലെങ്കിൽ വൈകുന്നേരം വെയിലില്ലാത്ത സമയത്ത്. ഇത് കണ്ടില്ലേ, പൊടി ചെറുതായിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മൾ സ്പ്രേയറിലാക്കിയതിനു ശേഷം അങ്ങനെയാണ് സ്പ്രേ ചെയ്യേണ്ടത്. ശേഷം നന്നായിട്ട് തന്നെ നമുക്ക് ചെടിയെ, അതായത് ഫുള്ളായിട്ട് ബാധിച്ച ചെടിയാണെങ്കിൽ ശരിക്കും എല്ലാ ചെടിയുടെ ഇലകളിലും എത്തുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇതിനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ചെടിയുടെ അടിഭാഗം പിന്നെ വെയിലത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് പിന്നെ ശരിക്കും അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, ഈ സൾഫർ ആയതുകൊണ്ട് തന്നെ. തന്നെയല്ല, ഇത് പിന്നെ കൂടുതൽ നമ്മളിപ്പം നേരത്തെ നമ്മുടെ അളവ് പറഞ്ഞത് 2 ഗ്രാം തന്നെ 1 ലിറ്റർ വെള്ളത്തിൽ ഉപയോഗിച്ചാൽ മതി. അത് കൂടിക്കഴിഞ്ഞാലും ചെടികൾക്ക് കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. സൾഫർ ആയതുകൊണ്ട് തന്നെ വളരെ പറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിച്ച് എല്ലാവരും ഇതൊന്ന് ശ്രമിച്ചു നോക്കുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. എല്ലാവരും അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കി വിവരങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാവുന്നതാണ്. ബായ്.